നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന യുദ്ധമായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ചിലവേറിയ യുദ്ധങ്ങളിൽ ഒന്നാണ്. B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകൾ, F-35 യുദ്ധവിമാനങ്ങൾ എന്നിവയുൾപ്പെടുന്ന അത്യാധുനിക ആയുധങ്ങളുടെ ഉപയോഗം മൂലം പ്രതിദിനം ഏകദേശം $850 ദശലക്ഷം, അതായത് ഏകദേശം 7000 കോടി രൂപയിലധികം അമേരിക്ക ചിലവാക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനോടൊപ്പം തന്നെ രാജ്യം വലിയൊരു സാമ്പത്തിക പ്രത്യാഘാതം കൂടി നേരിടുകയാണ്. ഏകദേശം 1 മാസമെങ്കിലും യുദ്ധം നീണ്ടു നിൽക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സൈനിക വ്യസനത്തിനും മറ്റ് സന്നാഹങ്ങൾക്കുമായി ഭീമമായ തുകയാണ് അമേരിക്ക ഇപ്പോൾ നീക്കിവെച്ചിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ഫോർഡ് ഉൾപ്പെടുന്ന സംവിധാനങ്ങളുടെ ദൈനംദിന ചെലവുകൾക്കായി ഏകദേശം $6.5 മില്യൺ ആവശ്യമാണ്. ആക്രമണത്തിന് മുന്നോടിയായുള്ള സൈനിക വിന്യാസത്തിനും കപ്പലുകളുടെയും വിമാനങ്ങളുടെയും പുനർവിന്യാസത്തിനും മാത്രമായി ഏകദേശം $630 മില്യൺ ഇപ്പോൾ തന്നെ ചെലവായതായി കണക്കാക്കപ്പെടുന്നു. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രയേലിന് മാത്രം $21.7 ബില്യൺ സൈനിക സഹായമാണ് അമേരിക്ക നൽകിയത്. യമൻ, ഇറാൻ എന്നിവിടങ്ങളിലെ മറ്റ് സൈനിക നീക്കങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ആകെ ചെലവ് $31.35 ബില്യൺ നും $33.77 ബില്യൺ ഇടയിലാണെന്നും ബ്രൗൺ യൂണിവേഴ്സിറ്റിയുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇത് ഏകദേശം 3 ലക്ഷം കോടിയോളം രൂപ വരും. യുദ്ധം ഇങ്ങനെ നീണ്ടുപോയാൽ മൊത്തം ചെലവ് $18.87 ലക്ഷം കോടി രൂപ വരെ എത്തിയേക്കാം എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഖമനേയി ഉൾപ്പെടെയുള്ള പ്രമുഖർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇറാനുമായി ഇനി ചർച്ചകൾക്കില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിലും ഇത് വളരെ വൈകിപ്പോയി എന്നാണ് ട്രംപിൻ്റെ നിലപാട്. എന്നാൽ തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട യുദ്ധമാണിതെന്നും ആക്രമണം അവസാനിക്കുന്നതുവരെ രാജ്യം ശക്തമായ പ്രതിരോധം തുടരും എന്നുമാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ പ്രതിനിധി അലി ബഹ്റൈനി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും അമേരിക്കയിൽ ഇക്കാര്യത്തിൽ വലിയ തോതിൽ വിയോജിപ്പുകൾ ഉയർന്നു എന്നാണ് സൂചന. തങ്ങളുടെ നികുതി പണം എടുത്ത് ഇത്രയും വലിയ തോതിൽ യുദ്ധം ചെയ്തിട്ട് എന്ത് നേടാനാണ് എന്നാണ് അമേരിക്കക്കാരുടെ ചോദ്യം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.